സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും ദേവികയും വോട്ട് ചോദിച്ച് പ്രചരണത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ഈ സമയം അരുന്ധതിയോട് അവരുടെ മാനേജർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പ്രഭാവതി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമെന്ന്. ഇത് കേൾക്കുന്ന അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം ഇന്നത്തെ യുവതലമുറകളൊക്കെ തന്നെ ദേവികയ്ക്കാണ് വോട്ട് ചെയ്യാൻ ചാൻസ്. എന്തായാലും അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ എന്നുള്ള ആ ഒരു ലേബൽ അത് എടുത്തു മാറ്റണം, അതിനുള്ള കോടതി ഉത്തരവ് വേണമെന്നൊക്കെ അരുന്ധതി തീരുമാനിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ഋഷിയാണെങ്കിൽ അവർ മത്സരിക്കുന്നതിനോട് ആദ്യം തന്നെ തൻ്റെ എതിർപ്പ് പറഞ്ഞതാണ് ദേവികയ്ക്കെതിരെ മത്സരിക്കരുതെന്ന്. പക്ഷെ അത് കേൾക്കാതെയാണ് പ്രഭാവതിയാണെങ്കിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഋഷിക്ക് ദേഷ്യം കയറുന്നുണ്ട്. ഋഷിയാണെങ്കിൽ പ്രഭാവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ സമയം ഒരു തരിക്ക് പോലും വില കൊടുക്കാതെയാണ് ഋഷിയോട് സംസാരിക്കുന്നത്. ഋഷിയാണെങ്കിൽ പ്രഭാവതിയെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയുടെ വീട്ടിലേക്ക് കയറുകയാണ്. രജനിക്കാണെങ്കിൽ ആരോ വീട്ടിലേക്ക് കയറിയതുപോലെ തോന്നുന്നുണ്ട്. ആരുമില്ലാതെ സമയമായതുകൊണ്ട് തന്നെ രജനിയാണെങ്കിൽ ദേവികയെ വിളിക്കുന്നു. അങ്ങനെ ദേവികയും രജനിയും ചേർന്ന് അന്വേഷിക്കുമ്പോഴാണ് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ രജനി പറയുന്നത് വിശ്വസിക്കുകയാണ്, ആരോ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ രജനി വേഗം തന്നെ സിദ്ധാർത്ഥനെയും എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ സമയം ഋഷിക്ക് മനസ്സിലാവുകയാണ് കാര്യം കൈവിട്ടുപോയെന്ന്. പ്രഭാവതിയെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തണമെന്നായിരുന്നു ഋഷിയുടെ പ്ലാനെങ്കിലും അതൊക്കെ തന്നെ കൈവിട്ടു പോയിരിക്കുകയാണ്. കാരണം പോലീസും ആരവങ്ങളെല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ടെത്തും, മീഡിയാസും ഒക്കെ തന്നെ. അങ്ങനെ ഋഷിയാണ് ടെൻഷൻ ആവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് പെട്ടെന്നൊരു തളർച്ച പോലെ തോന്നുന്നത്. ഋഷിക്ക് പൂർണ്ണമായിട്ടും അവൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഋഷി വേഗം പേടിച്ച് റൂമിനകത്തേക്ക് പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും തൻ്റെ കൺട്രോൾ അവനിൽ നിന്നും പോയിട്ടുണ്ട്. അങ്ങനെ കട്ടിലിലേക്ക് വീഴുകയാണ്. ഈ സമയം ആളും ആരവൊക്കെ തന്നെ എത്തുമെന്ന് അവൻ്റെ ഉപബോധ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കട്ടിലിനടിയിലേക്ക് ഒളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ദേവികയാണെങ്കിൽ മുകളിലേക്ക് സൗണ്ട് കേട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നത്. അവിടെ ഋഷി ബോധമില്ലാതെ കിടക്കുന്നു. അങ്ങനെ ഋഷി നീയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തണമെന്നും. പക്ഷേ അതിനൊരിക്കലും സാധിക്കില്ല എന്ന് ദേവിക്ക് മനസ്സിലാവുകയാണ്. ഈ സമയത്താവട്ടെ അവിടേക്ക് മരണച്ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുള്ള പ്രഭാവതിയും സിദ്ധാർത്ഥനും എല്ലാവരും തിരിച്ചെത്തുന്നത്. അങ്ങനെ രജനി ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. വീട്ടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്. ഞാനും ദേവികയെ നോക്കിയപ്പോൾ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. ആരോ നമ്മളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ സാരല്ല, പേടിക്കേണ്ട, നമുക്ക് ചെന്ന് നോക്കാമെന്നിങ്ങനെ സിദ്ധാർത്ഥനും നന്ദനും പറയുന്നു. വേണ്ട, ആരും പോകേണ്ട അങ്ങോട്ട്, പോലീസ് വന്നതിന് ശേഷം പോയാൽ മതി എന്നൊക്കെ രജനി പറയുകയാണ്. ഈ സമയം നന്ദനും സിദ്ധാർത്ഥനും ചോദിക്കുന്നുണ്ട്, അല്ല ദേവിക എവിടെയെന്ന്. അവൾ അകത്തുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ദേവികയാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് പുറത്തെല്ലാവരും എത്തിയെന്നുള്ള കാര്യം. പെട്ടെന്നാണ് അവിടേക്ക് പോലീസും മീഡിയാസും ഒക്കെ തന്നെ എത്തുന്നത്. പോലീസിൻ്റെ കൂടെ തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനൊക്കെ തന്നെ. അങ്ങനെ ദേവിക പുറത്തേക്കായിട്ട് ഓടി വരുന്നുണ്ട്. കാരണം എല്ലാവരും അകത്തേക്ക് കയറിയെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. പിന്നെ പോലീസ് പരിശോധിക്കുന്ന സമയത്ത് ഋഷിയാണ് കാണുന്നത്. ദേവിക റൂമിൽ നിന്നും വരുന്നത് കാണുമ്പോൾ തന്നെ മീഡിയാസ് എല്ലാവരും ദേവികയെ സംശയത്തിൻ്റെ നോട്ടത്തിലാണ് നോക്കിക്കാണുന്നത്. കാരണം ഋഷി ഒരു ചെറുപ്പക്കാരനാണല്ലോ. ദേവികയും ഋഷിയും തമ്മിൽ തെറ്റായ രീതിയിലുള്ള ബന്ധമുണ്ടെന്നുള്ള കാര്യം മീഡിയാസ് വരുത്തി തീർക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷം പകച്ചു പോവുകയാണ് ദേവിക. കാരണം MLA സ്ഥാനത്തിനായിട്ട് മത്സരിക്കുന്ന താൻ ഒരു ചീത്തപ്പേര് കേട്ടിരിക്കുന്നു. അങ്ങനെ മീഡിയാസ് പറഞ്ഞു വരുത്തുന്ന വാർത്ത മറ്റൊന്നുമല്ല, MLA ആവാൻ പോകുന്ന ദേവിക ഋഷി എന്ന ചെറുപ്പക്കാരനുമായിട്ട് സ്വന്തം വീട്ടിൽ വെച്ച് കണ്ടു എന്നുള്ള രീതിക്കൊക്കെയാണ് വാർത്തയുണ്ടാക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കേട്ട് നന്ദനും ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും മാനസികമായിട്ട് തകർന്നു പോകുന്നുണ്ട്. പക്ഷേ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ പ്രഭാവതി മാത്രമാണ്. പ്രഭയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഋഷി വന്നിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്നും. അങ്ങനെ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്ന പ്രഭയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം തൻ്റെ മരണം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഋഷി വന്നത്. പക്ഷേ അതിൽ ഇരയായത് ദേവികയും. എന്തായാലും ദേവികയുടെ ആ ഒരു പേര് ചീത്തയായിരിക്കണം. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. ബൈ.